ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ട് ഈ വീഡിയോ തുടങ്ങുകയാണ്. റിസൾട്ട് വന്ന് എല്ലാവരും മാർക്കൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇരിക്കുകയായിരിക്കും. അങ്ങനെ ആയിരിക്കും ഈ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം. സോ എല്ലാവർക്കും കൺഗ്രാറ്റ്സ് പറയാണ്. ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിക്കണു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് എക്സാം സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളതാണ് നോക്കാൻ പോണേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ജെൻഡർ വൈസും പിന്നെ എത്ര ആൾക്കാർ എക്സാം എഴുതി, സബ്ജക്റ്റ് വൈസും എത്ര ആൾക്കാർ എക്സാം എഴുതി, പിന്നെ ടോട്ടൽ എത്ര ആൾക്കാർ രജിസ്റ്റർ ചെയ്തതിൽ എക്സാം എഴുതി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റുന്ന ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എക്സാം സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചിട്ട് കുറച്ച് ആൾക്കാർ അതെങ്ങനെ നോക്കാന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചായിരുന്നു. സോ അതിനെ കുറിച്ചിട്ട് നമുക്ക് ഇന്ന് നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. ഇന്നലെ എനിക്ക് കുറേ മെസ്സേജസ് വന്നു, കുറേ ആൾക്കാർ അപ്രിഷിയേറ്റ് ചെയ്തു. എല്ലാവർക്കും താങ്ക് യു. നിങ്ങളെ അപ്രിസിയേഷനാണ് എൻ്റെ മെയിൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. കാരണം കുറേ ആൾക്കാർ താങ്ക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ എന്നോട് ഈ എക്സാം സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചിട്ട് ചോദിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം, അതായത് റിസൾട്ട് വന്ന് കുറച്ചായപ്പോഴത്തേനും ഞാൻ നോക്കിയപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ചെക്ക് ചെയ്യുന്ന ഓപ്പൺ ആക്കിയ സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു, സ്ക്രീൻ റെക്കോർഡും ചെയ്തു, വോയിസ് ഓൺ ആക്കിയിട്ട്. അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും. അത് ഞാൻ അതിൻ്റെ ഇടയിൽ അപ്ലോഡ് ചെയ്യാൻ സംഭവം ആ ഒരു പാർട്ട് എത്തുമ്പോൾ. അപ്പോൾ ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഒരു ചെക്ക് ചെയ്തിട്ട് എത്ര ആൾക്കാർ എഴുതി കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ അതിൽ. അപ്പോൾ കുറേ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് CUT ഇപ്രാവശ്യം NTA നമുക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കുറേ സ്റ്റുഡൻസ് റിസൾട്ട് ചെക്കൊക്കെ ചെയ്ത് അവരെ കിട്ടിയ മാർക്ക് പറഞ്ഞു ഇത് ഓക്കെ ആണോ, ഇത്ര മാർക്ക് മതി അവിടെ കിട്ടാൻ. അവരുടെയൊക്കെ ഡൗട്ട്സ് ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. മെയിൻ ആയിട്ട് CUT അതായത് NTA നമുക്ക് തന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടോപ്പ് സ്കോറുള്ള, അത് കാണാനാണല്ലോ എല്ലാവരും വെയിറ്റ് ആയിട്ടിരിക്കുക. ആർക്ക് ഏറ്റവും ടോപ്പ് വരുന്ന മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഏറ്റവും ടോപ്പ് വരുന്ന മാർക്ക് ഏതായിരിക്കും എന്ന് അറിയാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം 5 ടോട്ടൽ മാർക്സ് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 5 സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവരുടെ മാർക്ക് കാണാൻ പറ്റും. സോ അതൊരു ബെറ്റർ ഓപ്ഷൻ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരാളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിക്കുള്ളതൊക്കെ നമ്മളൊരു ഗസ്സിൽ ഇങ്ങനെ ഇതാക്കുക ചെയ്യുക. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറയുന്നത് നമുക്ക് 5 പേരത് കാണാൻ പറ്റും. സോ നമുക്കത് ഭയങ്കര ഒരു നല്ല ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കത് കൂടുതൽ ഹെൽപ്ഫുൾ ആവും. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കോമ്പറ്റീഷൻ ലെവലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെ മാർക്ക് വെച്ചിട്ട് ആ ഐഡിയ കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ മാസ് കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റിൽ വരുന്ന, സെക്കൻഡിൽ വരുന്ന കൊടുത്തിട്ടുണ്ട്, തേർഡിൽ വരുന്ന കൊടുത്തിട്ടുണ്ട്, ഫോർത്തിൽ, ഫിഫ്ത്തിൽ, സിക്സ്ത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 ഇതിൽ മെൻഷൻ ചെയ്യാൻ കാരണം, ഇപ്പോൾ 5th സെയിം മാർക്കാണ് 6th നിൽക്കുന്ന ആൾക്ക് എന്നുണ്ടെങ്കിൽ അതും അവർ കൊടുക്കുന്നുണ്ട്. സോ ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ഹോപ്പ് ഇതിന്ന് കിട്ടാനുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഓക്കെ ഫസ്റ്റ് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെ മാർക്ക് കണ്ടാൽ നമ്മൾ വിചാരിക്കും അടുത്തത് മേ ബി ഇപ്പോൾ 300 കിട്ടിയ ആൾക്കാരുണ്ട് ഇതിൽ. അപ്പം നമ്മൾ വിചാരിക്കും അടുത്ത മേ ബി 290 ആവും, അല്ലെങ്കിൽ 299 ആവാം, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാം. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 5 പേരെ മാർക്ക് കിട്ടണോണ്ട് തന്നെ ഫസ്റ്റ് ചിലപ്പോൾ 300 ആണെങ്കിൽ സെക്കൻഡ് വരുന്നത് ചിലത് 250 ഒക്കെയാണ്, അല്ലെങ്കിൽ അതിലും കുറവ് 180 വരുന്നവരുണ്ട്. സോ ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആണെന്നാണ് ഞാൻ പറയാം. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്യുക. എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾ ഇനി എന്താ ചെയ്യുക, ഫോക്കസ് ചെയ്ത് നിന്നാൽ മാത്രം മതി. ഇത്രയും നേരം എഫേർട്ട് ഇട്ടതിൻ്റെ റിസൾട്ട് ഇവിടുന്ന് നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ കിട്ടൂല. സോ ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റീസിൻ്റെയും, നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെച്ച യൂണിവേഴ്സിറ്റീസിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇത് ഞാൻ മെയിനായിട്ട് പറയാൻ കാരണം NTA ഇനി ഒരു കാര്യം നിങ്ങൾക്ക് തരില്ല. ആ ഒരു സൈറ്റിൽ ഇനിയിപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് കയറിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. 1 or 2 ചിലപ്പം വല്ല എന്തും വന്നാലായി, അല്ലാതെ ഇനി ന്യൂ ആയിട്ട് എന്തെങ്കിലും വരികയാണെങ്കിലായി. അല്ലാതെ മെയിനായിട്ട് ഇനി എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിറ്റീസാണ് ഡീൽ ചെയ്യുക. സോ അത് നോക്കാന്നുള്ളതാണ് മെയിൻ കാര്യം. ഞാൻ ഈ മാർക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത്, ഞാൻ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് ടോപ്പ് ലെവൽ മാർക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് മലയാളീസിൻ്റെ പേര് കണ്ടു. മലയാളീസിൻ്റെ പേര് കണ്ടാൽ നമുക്ക് പ്രത്യേകം എടുത്ത് മനസ്സിലാവും ഇത് മലയാളിയാണോ എന്നൊക്കെ. അപ്പോൾ എന്താ പറയുക, ഇത്രയും ടോപ്പിലൊക്കെ മലയാളീസിൻ്റെ പേരും കണ്ടപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ആ നല്ല ടോപ്പ് മാർക്ക് കിട്ടിയവർക്കൊക്കെ ഒരു കൺഗ്രാറ്റ്സ് പറയാണ്. അല്ലാത്തവർക്കും ഉണ്ട് കേട്ടോ കൺഗ്രാറ്റ്സ്. അപ്പോൾ
ടോട്ടൽ 4 ലക്ഷം ആൾക്കാരാണ് ഈ CUT എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ എക്സാം എഴുതിയിട്ടുള്ളത് 3 ലക്ഷം ആൾക്കാർ. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇത് പറയാണ്, കറക്റ്റ് നമ്പർ നിങ്ങൾക്ക് ആ PDF കിട്ടും. അപ്പോൾ ഇത്രയും ആൾക്കാരിൽ 3 ലക്ഷം ആൾക്കാർ മാത്രമാണ് എക്സാം എഴുതിയിട്ടുള്ളത്. ബാക്കിയൊക്കെ എന്തായോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കാര്യം ഞാൻ മെയിനായിട്ട് പറയണേ, ഈ 3 ലക്ഷം ആൾക്കാർ എഴുതിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ 3 ലക്ഷത്തിൽ എല്ലാവരും യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണം നിർബന്ധമില്ല. സോ ഡോണ്ട് ലോസ് യുവർ ഹോപ്പ്. അതുകൊണ്ട് ഈ 3 ലക്ഷം ആൾക്കാരും അഡ്മിഷൻ എടുക്കാൻ ഉറപ്പില്ലാത്തതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ഹോപ്പ് കൈവിടാതെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് നിന്നാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എന്തായാലും കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടെങ്കിൽ. പിന്നെ 300-ൽ 300 കിട്ടിയ സ്റ്റുഡൻസ് ഉണ്ട്. 3 സബ്ജക്റ്റിലാണ് ഞാനത് നോട്ട് ചെയ്തത്. ഒന്ന് പൊളിറ്റിക്കൽ സയൻസിൽ 300-ൽ 300 കിട്ടിയ ഒരാളുണ്ട്. എല്ലാ സബ്ജക്റ്റിലും ഒറ്റ ആൾ വെച്ചിട്ടാണ് ഉള്ളത്. ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് ഉണ്ട്, അതിലും ഒരാൾക്ക് 300 മാർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജനറലിൽ അത് COQP 11 ആണ്. ഐ തിങ്ക് MBAന്റെ 12 ആണെന്ന് തോന്നുന്നു. ഇത് 11 ആണ് വരുന്നത്. ഇതിലും 300-ൽ 300 കിട്ടിയ ആളുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ഇത്രയും മാർക്ക് കിട്ടിയ സ്റ്റുഡൻസും ഇപ്രാവശ്യം ഉണ്ട്. സോ അത് കരുതി നിങ്ങൾ ഞെട്ടണ്ട. 300-ൽ ഇത്രയും 3 ആൾക്കാർക്ക് മാത്രം 300 അതിൽ കാണിക്കുന്നുള്ളൂ. ബാക്കി ആൾക്കാർക്കൊന്നും 300 ഇല്ലെങ്കിലും അതിന് തൊട്ട് താഴെ അത് കഴിച്ച് നിങ്ങൾ ഞെട്ടണ്ടെന്ന് ഞാൻ സ്പെഷ്യലായിട്ട് എടുത്ത് പറയാണ്. ബാക്കി സ്റ്റാറ്റിസ്റ്റിക്സ് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് ഇതിൽ കൊടുക്കാം. മെയിനായിട്ട് ഞാനത് ഫ്രഷ് ആയിട്ട് നോക്കിയതാണ്. അത് മുന്നേ നോക്കി പിന്നെ റെക്കോർഡ് ചെയ്ത് അങ്ങനെയല്ല, ഞാൻ നോക്കുമ്പോൾ തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും അതിലുണ്ട്. സോ നിങ്ങളത് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. അതിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് നോക്കിയിട്ട് പോവാം. അപ്പോൾ ഗൈസ്, എക്സാം സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെ നോക്കാം. സെയിം നമ്മുടെ exams.nta.nic.in വെബ്സൈറ്റിൽ .in ഓക്കെ, വെബ്സൈറ്റിൽ കയറാം. വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നമുക്ക് സെയിം നമ്മുടെ CUT PGയിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എന്നതാ ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ഫോർ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് CUT PG 2026 എക്സാമിനേഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു PDF വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് നോക്കാം നമുക്ക്. ഓക്കെ, ഒരു 17 പേജുള്ള PDF ആട്ടോ. ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ഫോർ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം CUT 2026 എക്സാമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുക. റിസൾട്ട് നോക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക. ഓക്കെ, ഇനി CUT PG 2026 എക്സാം, ഇതിൽ എക്സാം നടത്തിയ ഡേറ്റ്സ് കാര്യങ്ങൾ, പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അങ്ങനത്തെ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര ആൾക്കാർ എക്സാം എഴുതി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് ഡീറ്റെയിൽസ് ഓഫ് രജിസ്ട്രേഡ് ആൻഡ് അപ്പിയർഡ് കാൻഡിഡേറ്റ്, അതിൽ ജെൻഡർ വൈസ് കൊടുത്തിട്ടുണ്ട്, കാറ്റഗറി വൈസ് കൊടുത്തിട്ടുണ്ട്. സോ ഇനി ബാക്കി നമുക്ക് നോക്കാം. ഇതൊന്നും വായിച്ച് ഞാൻ ടൈം കളയില്ല. ഓക്കെ, പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റീസ്, എത്ര യൂണിവേഴ്സിറ്റീസ് ഇതിൽ ജോയിൻ ചെയ്തിരുന്നു, അതായത് CUTൻ്റെ അണ്ടറിൽ എത്ര യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതിൽ സെൻട്രൽ, സ്റ്റേറ്റ്, പ്രൈവറ്റ് ഇങ്ങനത്തെ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി വരുന്നത് 45 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി വരുന്നത്, സ്റ്റേറ്റ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി വരുന്നത് 40, പിന്നെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത് 24 പിന്നെ അതർ പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് 89 വരുന്നത്. സോ ഇത്രയും ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഇതാണ് നമ്മളെ മെയിൻ തിങ്. സബ്ജക്റ്റ് വൈസ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് രജിസ്റ്റേർഡ് ആൻഡ് അപ്പിയർഡ്. അപ്പോൾ എത്ര ആൾക്കാർ സബ്ജക്റ്റ് വൈസ് ഓരോ സബ്ജക്റ്റിലും എത്ര ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതിലെത്ര ആൾക്കാർ അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളൊരു ബോക്സാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര ആൾക്കാർ നിങ്ങളുടെ സബ്ജക്റ്റിൽ രജിസ്റ്റർ ചെയ്തു, എന്നിട്ട് എത്ര ആൾക്കാർ കുറഞ്ഞു എന്നുള്ള കാര്യം. അപ്പം ഇതിലെ ഈ രജിസ്ട്രേഷൻ സംഭവം കണ്ടാൽ തന്നെ, ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ യോഗമൊന്നും അത്ര കോമ്പറ്റീഷനുള്ള ഒരു ഏരിയ അല്ല. പക്ഷേ ഞാൻ ഇപ്പോൾ യോഗ വെച്ചിട്ടൊരു എക്സാമ്പിൾ പറയാം. 1205 ആൾക്കാർ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 554 ആൾക്കാരാണ് എക്സാം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ 550 ആൾക്കാരിൽ തന്നെ മേ ബി എല്ലാവരും ചിലപ്പോൾ അപ്ലൈ ചെയ്യണം എന്നില്ല CUTക്ക്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണമെന്നില്ല. അപ്പോൾ എല്ലാ സബ്ജക്റ്റിലും അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ 554 ആളിൽ ചിലപ്പോൾ ഒരു 10, 20, 30 അല്ലെങ്കിൽ 100 ആൾക്കാർ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴും നമുക്ക് ഓപ്ഷൻസ് വരും.
അതാണ് എല്ലാ കോഴ്സിലും അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്തെന്ന് വിചാരിച്ച് എക്സാം എഴുതിയിട്ടില്ല എല്ലാവരും. അപ്പോൾ എക്സാം എഴുതി റിസൾട്ട് വന്നെന്ന് വെച്ചിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യണമെന്നില്ല. ഇനി അപ്ലൈ ചെയ്താൽ തന്നെ ജോയിൻ ചെയ്യണമെന്നില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. സ്പോർട്സ്, ഫിസിയോളജി, ബയോ കെമിസ്ട്രി, ന്യൂട്രീഷൻ, എല്ലാം ഇങ്ങനെ നോക്കണില്ല. അതിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കാം. ഉറുദു ഉണ്ട്. ഉറുദുവിൽ 473 ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ 320 ആൾക്കാർ മാത്രമേ എക്സാം എഴുതിയിട്ടുള്ളൂ. സോ അങ്ങനൊരു 320 ആൾക്കാർ. ഓക്കെ, അപ്പം അത്രയും ആൾക്കാർ ഇതിൽ കുറഞ്ഞിട്ടുണ്ട്. കുറയൊന്നുമില്ല, എന്നാലും കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കി നോക്കാം. പ്രാണേതിയാസോ, സ്റ്റാറ്റിസ്റ്റിക്സ്, ചില കോഴ്സിൻ്റെ പേരൊന്നും ഇപ്പോൾ കേട്ടിട്ട് പോലുമില്ല. തെലുങ്കു നമുക്ക് വേണ്ടല്ലോ. ഓക്കെ, ക്രിമിനോളജി നോക്കുന്നവരുണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ട്. പിന്നെ ഡാൻസ്, ഡാൻസ് പറഞ്ഞ കോഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, 267, 349 ചില കോഴ്സ്. ഞാൻ ഫൈൻ ആർട്സ്, ഡിസാസ്റ്റർ സ്റ്റഡീസ്, ഫോറൻസിക് സയൻസ്, MA എഡ്യൂക്കേഷൻ നമുക്ക് എത്ര ആൾക്കാർ എഴുതി നോക്കാം. ഓക്കെ, 4110 ആൾക്കാർ അതിൽ ഏതിൽ രജിസ്റ്റർ ചെയ്തിട്ട് 2419 ആൾക്കാർ മാത്രമേ MA എഡ്യൂക്കേഷന് എഴുതിയിട്ടുള്ളൂ എക്സാം. അപ്പോൾ അതിൽ നല്ല ഓപ്ഷൻ കാണുന്നുണ്ട്, നല്ല ഒരു സ്കോപ്പ് നമുക്ക് കാണുന്നുണ്ട്. പിന്നെ ഫോറൻസിക് സയൻസ്, ഡിസാസ്റ്റർ സ്റ്റഡീസ്, അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ്. 3732 ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ 26476 ആൾക്കാരാണ് ഇതിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത്. ഞാൻ കണക്കിൽ കുറച്ച് വീക്കാണ്, ചിലപ്പോൾ ഞാൻ പറയുന്നതൊക്കെ തെറ്റിപ്പോവാം. അപ്പോൾ നിങ്ങൾ നോക്കുക, പോസ് ചെയ്തിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നായായ, വൈശേഖിക, ബുദ്ധിയ, ലിംബു, സമവേദ, പ്രാകൃത, കശ്മീരി, പഞ്ചാബി, സാഹിത്യ. ഓക്കെ, കെമിസ്ട്രി, കൊമേഴ്സ് ഉണ്ട് ഇതിൽ. 16833 ആൾക്കാർ, ഇതിൽ 11059 ആൾക്കാർ മാത്രമേ എക്സാം എഴുതിയിട്ടുള്ളൂ. കെമിസ്ട്രി തൊട്ട് മുകളിലുണ്ട്. കെമിസ്ട്രി ഉണ്ടല്ലോ, കെമിസ്ട്രി 14929 ആൾക്കാർ അപ്ലൈ ചെയ്തിട്ട് അതിൽ 11846 ആൾക്കാർ മാത്രമേ അപ്പിയർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അഗ്രികൾച്ചർ ആൻഡ് സയൻസ്, BEd, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ്, പോയട്രി ആൻഡ് സെറാമിക്. അപ്പം നിങ്ങളത് ഏതാ വെച്ചാൽ നിങ്ങൾ നോക്കുക. ഞാൻ എല്ലതും ഇങ്ങനെ എടുത്ത് പറയണില്ല. പിന്നെ എക്കണോമിക്സിൽ 22,011 ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ട് 15,210 ആൾക്കാരാണ് ഇത് എഴുതിയിട്ടുള്ളത്. തൊട്ടടിയിൽ കൊറിയൻ ഉണ്ട്. കൊറിയനൊക്കെ സബ്ജക്റ്റ് ഉണ്ടല്ലോ ഇവിടെ പഠിക്കാൻ. 156 ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ട് 94 ആൾക്കാർ എക്സാമൊക്കെ എഴുതിക്കുന്നു കൊറിയനൊക്കെ. ഞാൻ ഈ ഓപ്ഷൻസൊക്കെ കാണുമ്പോൾ ആലോചിക്കുന്ന ഇത്രയും കോഴ്സുകൾക്ക് ഒറ്റൊരു എക്സാമാണ്. അപ്പോൾ അതും അത്രയും ടഫൊന്നുമില്ലാത്ത എക്സാമും, അതും ഇപ്പോൾ ഈ കൊറിയൻ ആയിക്കോട്ടെ, ഡാൻസ്, മറ്റേ മ്യൂസിക്കൊക്കെ ആയാലും അതിമാത്രം ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ യൂണിവേഴ്സിറ്റീസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ നമുക്ക് വലിയ ഫീസൊന്നും കൊടുക്കാതെ പഠിക്കാമല്ലോ ഇങ്ങനത്തെ ഒരു കോഴ്സുകൾക്കൊക്കെ. അപ്പം അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം നമ്മൾ ഈ PGയും ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഡിഗ്രിയും +2 ഒക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ ഓടി കിട്ടാതെ നിൽക്കുക, അല്ലെങ്കിൽ നാട്ടിൽ മാത്രം നോക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ നോക്കാം, പുറത്തേക്കൊക്കെ നോക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ വെറുതെ ഇത്രയും നല്ല കോഴ്സുകളൊക്കെ ഉണ്ടായിട്ട് ആ ഒരു ഇത് കളയാന്ന് പറഞ്ഞാൽ അത് വലിയൊരു സങ്കടം തന്നെയാണ്. ഇപ്പം ഞാൻ തന്നെ ഇത് നോക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അടുത്ത വർഷം കൂടെ എഴുതിയിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് പോയാലോ എന്നൊക്കെയാണ്. ഓക്കെ, പിന്നെ ബയോ ഇൻഫോർമാറ്റിക് കുറേ ആൾക്കാർ ചോദിച്ചൊരു സംഭവമായിരുന്നു. അതിൽ 2834 ആൾക്കാർ 33 ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ട് 2037 ആൾക്കാരാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. തൊട്ട് മുകളിൽ ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി 19,400 ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ 13,550 ആൾക്കാരെ അപ്പിയർ ചെയ്തിട്ടുള്ളൂ. പിന്നെ അപ്പോൾ ഹിസ്റ്ററിയൊക്കെ അത്യാവശ്യം ഇതുള്ള കോഴ്സ്. നമ്മൾ ഇംഗ്ലീഷ് അവിടെ എടുക്കും. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ വരികയാണ്, ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം കോമ്പറ്റീഷനുള്ള സംഭവം ആയതുകൊണ്ട് ഐ തിങ്ക് 26,835 ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ 16,361 ആൾക്കാർ എഴുതിയിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എത്രത്തോളം നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഒക്കെ ഒരു ഐഡിയ കിട്ടും. പിന്നെ ഹിസ്റ്ററി, ഓക്കെ ഹിസ്റ്ററി നമ്മൾ പറഞ്ഞല്ലോ, ഇന്തോ ടിബറ്റൻ ഒക്കെ ഉണ്ടല്ലോ, ടെക്സ്റ്റൈൽസ് എഞ്ചിനീയറിങ്. ഓക്കെ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പേജിൽ വരുമ്പം അടുത്ത് നോക്കാം. അറബിക് ഉണ്ട്. അറബിക്കൊക്കെ കുറവാട്ടോ ആൾക്കാർ. ഓക്കെ കുറവാണ്, 372 ആൾക്കാർ, അതിൽ 280 ആൾക്കാർ അപ്പിയർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ബാക്കി ഫുഡ് സയൻസ്, ബുദ്ധ, ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ്, ആർക്കിടെക്ചറൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഹിന്ദുസ്ഥാനി മ്യൂസിക് ഉണ്ട്. പിന്നെ തിയേറ്റർ, ഓക്കെ ജാപ്പനീസൊക്കെ പഠിക്കുന്നവരുണ്ടോ? ഓക്കെ 269 ആൾക്കാർ ജാപ്പനീസിന് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റണില്ല, സോറി. അതിൽ 120 ആൾക്കാർ അപ്ലൈ എക്സാം എഴുതിയിട്ടുണ്ട്. പിന്നെ സോഷ്യോളജി ഉണ്ട്. സോഷ്യോളജി 1136 സോഷ്യോളജി. ഓക്കെ അതിൽ 7112 ആൾക്കാരാണ് എക്സാം എഴുതിയിട്ടുള്ളത്. ഓക്കെ ഇവിടെ നമ്മളെ മെയിൻ സാധനം മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. 10976 ആൾക്കാർ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് 6978 ആൾക്കാർ എഴുതിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ 6978 ആൾക്കാരിലാണ് നമുക്ക് കോമ്പറ്റീഷൻ വരുന്നത്. ഓക്കെ അതിൽ നമുക്ക് ടോപ്പർ ആരാന്നൊക്കെ നോക്കാം. ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത ചോളി. മാസ് കമ്മ്യൂണിക്കേഷനുള്ള ആൾക്കാർ, ആർട്ട് ആൻഡ് എസ്തെറ്റിക് ആണ് സബ്ജക്റ്റ് ഒക്കെ ഉണ്ട്. 871 ആൾക്കാരിൽ രജിസ്റ്റർ ചെയ്തിട്ട് 422 ആൾക്കാരിൽ എക്സാം എഴുതിയിട്ടുണ്ട്. പിന്നെ സോഷ്യൽ വർക്ക്, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, പിന്നെ ലിംഗ്വിസ്റ്റിക്സ്, പെയിൻറ്റിങ് ഒക്കെ ഉണ്ട് കേട്ടോ, ധർമ്മശാസ്ത്ര. ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഏതാണെന്ന് വെച്ചാൽ നോക്കാം. ഇനി നെക്സ്റ്റ് ചൈനീസ്, മെറ്റീരിയൽ സയൻസ്, ആസാമീസ്, ജ്യോതിഷ്, അങ്ങനത്തെ കുറച്ച് സബ്ജക്ട്സ് ഒക്കെ വരുന്നുണ്ട്. മലയാളം, ഓക്കെ മലയാളത്തിൽ 117 ആൾക്കാർ മലയാളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് 39 ആൾക്കാരാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ തമിഴ് തൊട്ട മുകളിലുണ്ട് 194 ആൾക്കാർ. സോ ഇതാണ് സബ്ജക്റ്റ് വൈസ് കൊടുത്തിട്ടുള്ളത്. ലിസ്റ്റ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് ആണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ എത്ര യൂണിവേഴ്സിറ്റീസ്, അതിൻ്റെ നെയിംസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എളുപ്പം ഇതിലെ യൂണിവേഴ്സിറ്റികൾ എത്ര ഉണ്ടെന്നും ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ ചൂസ് ചെയ്തത് ഓൾറെഡി ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനിയിപ്പോൾ ആഗ്രഹമുള്ളത് ഏതൊക്കെയെന്നൊക്കെ നോക്കാം. യൂണിവേഴ്സിറ്റികളുണ്ട്. ലാസ്റ്റ് യൂണിവേഴ്സിറ്റി, ഓക്കെ 198 യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ബട്ട് ഫീസുണ്ട്, അപ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടൊക്കെ അപ്ലൈ ചെയ്യാം. ഓക്കെ നെക്സ്റ്റ് സബ്ജക്റ്റ് വൈസ് 5 ടോപ്പേഴ്സ് 5 ടോപ്പേഴ്സിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒന്നൊക്കെ ഉള്ളായിരുന്നു, അതായത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ. ഇപ്രാവശ്യം സബ്ജക്റ്റ് വൈസ് 5 ടോപ്പേഴ്സിനെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി യൂസ്ഫുള്ളായി. കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ ആൾക്കാരെ കൊടുത്തിട്ടുള്ളതിന്. അപ്പോൾ ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ആദ്യം നമുക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. അതിൽ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്നത് 193 അപ്പോൾ 200 ഒരാളും ഇല്ല. 193 കഴിഞ്ഞാൽ പിന്നെ 180 ഇല്ല, 190 ഇല്ല, 176 സെക്കൻഡ് വരുന്നത്. ഓക്കെ അപ്പോൾ അയാളെ അപ്ലിക്കേഷൻ നമ്പറും പിന്നെ അഭിമന്യു സിംഗിനാണ് 193 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഇപ്പോൾ 201 ഇല്ല. അപ്പോൾ നിങ്ങൾക്കിനിപ്പോൾ ഓക്കെ നിങ്ങൾക്ക് 100 120 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷനാവുണ്ടാവും, കിട്ടുമോ എന്ന് ആലോചിച്ചിട്ട് ജേർണലിസത്തിന് കിട്ടുമോ എന്നുള്ളത്. കാരണം നിങ്ങൾ ചിന്തിക്കുക 300-ലാണല്ലോ മാർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക മേ ബി 250 ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവാം, അതുകൊണ്ട് എനിക്ക് കിട്ടൂല എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ 193 ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മാർക്ക് വരുന്നത്. അതിൽ രണ്ടാമത് വരുന്നത് 180 ഒന്നുമല്ല, 176. മൂന്നാമത് വരുന്നത് 175. പിന്നെ നാലാമത് വരുന്നത് 175. പിന്നെ അഞ്ചാമത് വരുന്നത് 170. സോ ഈ 5 ആൾക്കാരെ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി. കഴിഞ്ഞ പ്രാവശ്യം
193 മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതായത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം 5 പേരെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 193 മേ ബി 194 ആവും അടുത്ത ആൾ എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നില്ല. 193 കഴിഞ്ഞാൽ പിന്നെ 176, പിന്നെ 175, സോറി പോയോ, 175, പിന്നെ 175 സെയിം വേറെ ആൾ വന്നിട്ടുണ്ട്, പിന്നെ 170. ഇതാണ് നമ്മുടെ മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. എക്കണോമിക്സ് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എക്കണോമിക്സിൽ ഒരു ഉജ്വൽ മണ്ഡാലിന് 280 ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. പിന്നെ കഴിഞ്ഞിട്ട് 279, 75, 73 വരുന്നത്. പിന്നെ അടുത്ത കൊമേഴ്സ് 251 ഏറ്റവും ടോപ്പിൽ വരുന്നത്. ബാക്കിയൊക്കെ 209, പിന്നെ 206, 205. ഇത്രയും ഇത് കണ്ടിട്ട് തന്നെ എനിക്കെന്തോ വരുന്നത്, ഇത്രയൊക്കെ ഓപ്ഷൻസ് അവർ തരുന്നുണ്ടല്ലോ എന്നുള്ളൊരു സംഭവം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി താഴെ പോയി നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫൈൻ ആർട്സ് നമുക്ക് നോക്കാം. ഫൈൻ ആർട്സിൽ 184 ഏറ്റവും ടോപ്പിൽ വരുന്ന മാർക്ക്. പിന്നെ 180 രണ്ടാമത്, 172 3, പിന്നെ 171, 69 ഇതൊക്കെയാണ് വരുന്നത്. സോറി 169 അഞ്ചാമത് സ്ഥാനം വരുന്നത്. ഇനി വേറെ ഹിസ്റ്ററിയിൽ 281. ഹിസ്റ്ററി അത്യാവശ്യം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു നമ്മളവിടെ നോക്കിയപ്പം. ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, നമ്മൾ സബ്ജക്റ്റ് വൈസ് എത്ര ആൾക്കാർ എക്സാം എഴുതി എന്നുള്ള കാര്യം ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഹിസ്റ്ററി നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ടോപ്പിൽ 281 വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 275, 265, 246, 245. അപ്പോൾ നിങ്ങൾക്കൊരു അതും ഈ മാർക്സും വെച്ചിട്ട് ഒന്നും കൂടി നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഐഡിയ, ജസ്റ്റ് ഒരു ചെറിയൊരു ഹോപ്പ് എന്നുള്ള ഇതിലേക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കാം. ഇനി അടുത്ത സബ്ജക്റ്റ് നോക്കാം നമുക്ക്. പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട്. പൊളിറ്റിക്കൽ സയൻസിൽ ടോപ്പ് വരുന്ന ആൾക്ക് 300 അർച്ചിഷ അശ്വൻ 300 മാർക്കാണ് ഏറ്റവും ടോപ്പ് നിൽക്കുന്നത്. പിന്നെ 290, 286, 285 ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാർക്ക് കിട്ടിയാൽ പൊളിറ്റിക്കൽ സയൻസിലുണ്ട്. സോ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസ് എഴുതിയവർക്ക് ഇതിൽ നിന്നൊരു ഐഡിയ കിട്ടും എത്രത്തോളം നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള. സോഷ്യൽ വർക്കിൽ 256 ടോപ്പ് വരുന്നത്. 250 സെക്കൻഡ്, 249 തേർഡ്, 247 ഫോർത്ത്, 243, 243 5, സോറി 1 2 3 4 5 6 ഇതിൽ 6 കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, സെയിം മാർക്കായുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. സോഷ്യോളജിയിൽ 295 നല്ല മാർക്കാണ്. അപ്പം 295 കിട്ടിയോലുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷിൽ 267 ടോപ്പ് മാർക്ക് വരുന്നത്. ഒരു മേഘ AK ഉണ്ട്. ഐ തിങ്ക് മേഘ ഈസ് എ മലയാളി. 266 സെക്കൻഡ് വരുന്നത്. തേർഡ് 260, 255 ഫോർത്ത്, 254 ഫിഫ്ത്ത്, 254 സിക്സ്ത്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹിന്ദി ഉള്ളവർ ഹിന്ദി നോക്കുക. പിന്നെ ബാക്കി സംസ്കൃതം ഉള്ളവർ പോസ് ചെയ്തിട്ട് നോക്കുക. പിന്നെ മൈക്രോബയോളജി ഉണ്ട്, അത് എഴുതിയവരുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. ഒരു ഫാത്തിമ ഷഹാനൊക്കെ ഉണ്ട്. ഫാത്തിമ ഷഹാന മലയാളിയാണെന്ന് ഐ തിങ്ക് മേ ബി ആവാം. 250 അവരെ മാർക്ക് വരുന്നത്. കൊള്ളാം, നല്ല മാർക്ക്. പിന്നെ ബയോ കെമിസ്ട്രി, ബയോ ഇൻഫോർമാറ്റിക്, ബോട്ടണി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ കെമിസ്ട്രി, ക്രിമിനോളജി, കമ്പ്യൂട്ടർ സയൻസ് എഴുതിയോല് 269 ടോപ്പിൽ നിൽക്കുന്നത്. ബാക്കി 258 ഉണ്ട്, 254 ഉണ്ട്, 246 ഉണ്ട്, 245 ഉണ്ട്. ഓക്കെ, പിന്നെ എൻവയോൺമെൻറ്റൽ സയൻസ് ഉണ്ട്. ഫുഡ് സയൻസ്, ഫോറൻസിക് സയൻസ് ചെക്ക് ചെയ്യുക. ജിയോഗ്രഫിയോ. പിന്നെ നമുക്ക് അടുത്ത നോക്കാം. ഫാർമസി, മാസ്റ്റർ ഇൻ ഫിസിക്സ്, പ്ലാന്റ് ബയോ ടെക്നോളജി, സോയിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, സുവോളജി നോക്കാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് നോക്കാം. ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിലുണ്ട് ഒരു 300. അപ്പോൾ 300 കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട്. വലിയ അത്ഭുതമില്ല, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിൽ ഡീറ്റെയിൽസ് വരുന്നത്. ബാക്കി ഫുള്ളായി 17 പേപ്പറേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എത്രത്തോളം ആൾക്കാർ എഴുതിയിരുന്ന്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കാറ്റഗറി വൈസ് തിരിച്ചിട്ടുണ്ട്. ഓക്കെ,
OBCയിൽ ഇത്ര ആൾക്കാർ എഴുതിയിട്ടുണ്ട് എന്നറിയാൻ പറ്റും. കാറ്റഗറി വൈസ് ഡീറ്റെയിൽസ് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. പിന്നെ ജനറലിൽ EWSൽ OBC SC ST പിന്നെ ടോട്ടൽ ആൾക്കാർ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ഈ സംഭവം ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയെന്ന് പറഞ്ഞാൽ ഇത് വളരെ കൂടുതലാണെന്നാണ് ഞാൻ പറയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊക്കെ ഒരാളെ മാത്രമേ കിട്ടിയിട്ടുള്ളായിരുന്നു. ഇപ്രാവശ്യം 5-6 ആൾക്കാർ ടോപ്പ് ലെവൽ മാർക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഇതിലുള്ളതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യാണ്ട് എങ്ങനെയെന്ന് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നു. അതുപോലെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു കണക്ക് കാര്യങ്ങളൊക്കെ നോക്കി എഴുതിയൊക്കെ വെച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഇതിൽ ഞാൻ MBA വിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ MBAയിൽ ടോപ്പ് വരുന്നത് 285, രണ്ടാമത് വരുന്നത് 263, മൂന്നാമത് 261, നാലാമത് 260, അഞ്ചാമത് 260 വരുന്നത്. ഇത്രയും ടോപ്പ് ലെവലിൽ 285 തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 263 പോണത്. ഓക്കെ, അപ്പോൾ ഇതാണ് MBAന്റെ ടോപ്പ് ലെവൽ മാർക്ക് വരുന്നത്. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ പോലെ ജേർണലിസം വെച്ചിട്ട് പറയാം. കാരണം ജേർണലിസം ആണ് എൻ്റെ വിഷയം. സോ ഞാൻ ജേർണലിസം വെച്ചിട്ട് പറയാം, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ നോക്കിയിട്ട് പറയാണ്, കാരണം കണക്കൊന്നും ഓർത്ത് വെക്കാനുള്ള അത്രയും തല എനിക്കില്ല. ഓക്കെ, ഈ മാസ് കമ്മ്യൂണിക്കേഷൻ്റെ സബ്ജക്റ്റ് അതായതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. 6978 സ്റ്റുഡൻസ് മാസ് കമ്മ്യൂണിക്കേഷനിൽ എക്സാം അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ടോപ്പ് മാർക്ക് വരുന്നത് 193 ഏറ്റവും ടോപ്പ് വരുന്നത്. അപ്പോൾ എത്ര കുറവാന്ന് നോക്കണം. എനിക്ക് തോന്നണം ഇപ്രാവശ്യം വേണമെങ്കിൽ ടഫായിരിക്കും മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ 193 ഏറ്റവും ടോപ്പിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ബാക്കി 100-ൽ വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ 100-ന്റെ താഴെ വരുന്ന ആൾക്കാരൊക്കെ എനിക്കിത്ര മാർക്കുള്ളൂ. അപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന കുട്ടിക്ക് എന്തായാലും നല്ല മാർക്കുണ്ടാവും. അപ്പം ഞാൻ ഇനി അപ്ലൈ ചെയ്തിട്ടൊന്നും കാര്യമില്ല, വെറുതെ എന്തിനാന്നുള്ള പൈസ കളയണമെന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കരുത്. ഇതിൽ 193 ടോപ്പിൽ നിൽക്കുന്ന ആൾ. അത് കഴിഞ്ഞിട്ട് വരുന്ന 176. അപ്പോൾ 193-ന്റെ തൊട്ടടിയിലൊന്നും അല്ല വന്നത്. 180 പോലും വന്നിട്ടില്ല. 176 തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ 175, പിന്നെ 175, പിന്നെ 170, ഫുള്ള് 170 ആ ഒരു കാറ്റഗറിയിലാണ് പോണത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടൂല എന്നുള്ളൊരു സംഭവം തോന്നണ്ട. നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുക. ജേർണലിസംകാരോട് പ്രത്യേകിച്ച് പറയാണ്, എന്തായാലും അപ്ലൈ ചെയ്യുക. ബാക്കിയുള്ളവരും അപ്ലൈ ചെയ്യട്ടോ. ബാക്കിയുള്ളവരും ഓല ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് അനുസരിച്ച് അപ്ലൈ ചെയ്യാം. ഇതിൽ ഞാൻ പറഞ്ഞു വന്നത് 6978 ആൾക്കാർ അപ്പിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ രജിസ്റ്റർ ചെയ്ത, അതായത് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത ആൾക്കാർ 10976 ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 6978 ആൾക്കാർ മാത്രമാണ് എക്സാം എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെന്ത് മനസ്സിലാക്കണം, ഇത്രയും ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ട് അതിന് ഇത്തിരി ആൾക്കാർ, ഇത്തിരി എന്നല്ല അത്യാവശ്യം കുറച്ച് ആൾക്കാർ മാത്രമേ എക്സാം എഴുതിയിട്ടുള്ളൂ. അപ്പം ഇനി ഇതിന്നും ആൾക്കാർ അപ്ലൈ ചെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്. മേ ബി 1000 സ്റ്റുഡൻസ് എങ്കിലും കുറേ ആൾ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ ചാൻസ് മാത്രമാണ് പറയണത്. 1000 ഒന്നും ഉണ്ടാവില്ല, ചിലപ്പം 100, 200 എത്ര ആയാലും എത്രയെങ്കിലുമൊക്കെ എന്തായാലും കുറയും. അപ്പോൾ കുറയുന്ന ഒരു ചാൻസ് വരുമ്പോൾ നമുക്ക് അവിടെ ഒന്നും കൂടി നമ്മുടെ ഒരു കോമ്പറ്റീഷൻ കുറയാണ്. സോ അതും കൂടി നിങ്ങൾ നോക്കാം. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയക്ക് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റ് വെച്ചിട്ട് ഇങ്ങനൊന്നും ജസ്റ്റ് നോക്കാം. ഓക്കെ, നിങ്ങൾ ടോട്ടൽ എത്ര ആൾക്കാർ രജിസ്റ്റർ ചെയ്തു, എത്ര ആൾക്കാർ അപ്പിയർ ചെയ്തു, എത്ര ആൾക്കാർ പിന്നെ ടോപ്പിൽ വരുന്നുണ്ട്, അതിൻ്റെ മാർക്ക് കണക്കനുസരിച്ച് നിങ്ങൾക്കൊന്ന് ഒരു ഗസ് അവിടെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് മാർക്സിനെ വെച്ചിട്ട് പറയാം. ഇതിലെന്തായാലും 300 കിട്ടിയ ആൾക്കാർക്ക് അവരാഗ്രഹിച്ച യൂണിവേഴ്സിറ്റി തന്നെ എന്തായാലും കിട്ടും. അത് ഞാൻ ഉറപ്പ് പറയാണ്, അതെന്തായാലും കിട്ടും. ഓക്കെ, ഇനി അതിൻ്റെ താഴെ 300 എന്ന് ഉദ്ദേശിച്ച 250 to 300 ഉള്ള ആൾക്കാർ, ഈ ഒരു 250, അതായത് 250 to 220 മാർക്കുള്ള ആൾക്കാർക്ക് ടയർ 1-ലുള്ള യൂണിവേഴ്സിറ്റികൾ തന്നെ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാം എന്ന് കരുതി ഒരു 1-2 ടയർ 2-ലുള്ള അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ഇവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഒരു 180 to 220 റേഞ്ചിൽ വരുന്ന ആൾക്കാർ, അതായത് 180 to 220 റേഞ്ചിൽ വരുന്ന ആൾക്കാർക്ക് ടയർ 2-ലുള്ള യൂണിവേഴ്സിറ്റികൾ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് എന്ന് കരുതി 1-2 ഒരു ബാക്കപ്പ് പ്ലാനായിട്ട് ടയർ 3-ൽ വരുന്ന യൂണിവേഴ്സിറ്റികൾ 1-2 അപ്ലൈ ചെയ്തിട്ടാൽ മതി. ടയർ 2-ൽ തന്നെ എന്തായാലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റിൽ കിട്ടിയിട്ടില്ലെങ്കിലും സെക്കൻഡും തേർഡും ഒക്കെ വരുന്നുണ്ട്, അതിലെന്തായാലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ ആൾക്കാർക്ക് തന്നെ ചിലപ്പോൾ ടയർ 1-ലുള്ള യൂണിവേഴ്സിറ്റിയും കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അവിടുന്ന് കുറച്ച് യൂണിവേഴ്സിറ്റി എടുക്കുക. ഇവിടെ താഴത്തുനിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരിത്
ഒരു പേടി ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എടുക്കാം. പിന്നെ ഈ സെൻറ്ററിൽ വരുന്ന യൂണിവേഴ്സിറ്റികളിൽ അതും എടുക്കാം. ഓക്കെ, എന്നിട്ട് അതൊന്ന് കുറച്ച് യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്യുക. അതിനോ കുറച്ച് എക്സ്പെൻസ് ഉള്ള സംഭവമാണ്. എക്സ്പെൻസ് എന്നല്ല, കുറച്ച് പൈസ ഇതിന് കൊടുക്കണമല്ലോ. അപ്പം നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ വെൽത്ത് അനുസരിച്ച് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ 150 താഴെയുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ 100 താഴെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരെന്തായാലും ടയർ 3, 150 താഴെയുള്ളവരാണെങ്കിൽ ടയർ 2 കുറച്ച് അപ്ലൈ ചെയ്യുക, ടയർ 3 കുറച്ച് അപ്ലൈ ചെയ്യുക. ഇനി 100 താഴെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ടയർ 3 മാത്രം നോക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടയർ 2 1 2 കൊടുക്കുക. അതിപ്പോൾ ഒരു ബാക്കപ്പ് പ്ലാൻ ആയിട്ട് 3 എന്തായാലും കൊടുക്കട്ടോ. 180 ഞാൻ ഈ ടയർ 1, 2, 3 എന്നൊക്കെ പറയുമ്പോൾ ഡൗട്ട് ഉണ്ടാവും. ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അപ്പം അത് നിങ്ങൾ കണ്ടു നോക്കുക. ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇടണം എന്നുണ്ട്. അത് കുറച്ച് ടൈം എടുക്കും. സോ നിങ്ങൾക്ക് ഇനി അത്രയും നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ വിട്ട വീഡിയോൻ്റെ ഇവിടെ കൊടുക്കില്ല, അവിടെ കൊടുക്കാം. ഓക്കെ, അത് കണ്ടു നോക്കാം. കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു, നല്ല കുറവാണ് മാർക്ക്, കിട്ടുമോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. നിങ്ങൾക്ക് നല്ല മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ടയർ 3 മാക്സിമം യൂണിവേഴ്സിറ്റീസ് കൊടുക്കാൻ നോക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസ ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ നോക്കുക. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫീസൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ലിസ്റ്റ് ചെയ്ത യൂണിവേഴ്സിറ്റികളിൽ ജസ്റ്റ് ഒരു ഇവിടെ ഞാൻ കൊടുക്കുക, അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് ടോട്ടൽ എത്ര വരിക, നിങ്ങൾക്ക് അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യുക, എന്നിട്ട് കൊടുക്കാൻ നോക്കുക. പിന്നെ എന്തായാലും ടോപ്പിൽ വരുന്ന ഏറ്റവും ടോപ്പ് മാർക്ക് ഉണ്ടല്ലോ, നമ്മൾ സബ്ജക്റ്റിൽ ഏറ്റവും ടോപ്പ് മാർക്കിൽ വരുന്ന കുട്ടികൾ ഇപ്പോൾ 5 ആൾക്കാരായാലും കൊടുത്തിട്ടുണ്ട്. ഈ 5 ആൾക്കാർ എന്തായാലും ഈ 5 ആൾക്കാർക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിൽ ഓപ്ഷൻസ് വരും. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കൊടുക്കുകയാണ്, ആ കുട്ടി ഏറ്റവും നല്ല ടോപ്പ് മാർക്ക് വരുന്ന 300 വരുന്ന ആ കുട്ടി ഒരു 5-6 യൂണിവേഴ്സിറ്റി കൊടുക്കുകയാണ്. 5-6 വേണമെന്നുണ്ടാവില്ല, 4-5 യൂണിവേഴ്സിറ്റി കൊടുക്കുക ചിക്കാം. അപ്പം അതിൽ ഈ ടോപ്പിലുള്ള അവർക്ക് അലോട്ട്മെൻറ്റ് വരുമ്പോൾ എല്ലാത്തിലും അവരുണ്ടാവും. അപ്പോൾ അതിൽ മൂപ്പർക്ക് ഏതാണോ ഇഷ്ടം അത് ആ സ്റ്റുഡൻറ്റ് ചൂസ് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള സീറ്റ് ഒഴിവ് വരികയാണ്, അവിടെ അടുത്ത ആൾക്കാർ ചൂസ് ചെയ്യും. അങ്ങനെ ഇത് ഫിൽട്ടർ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കുറച്ച് ആൾക്കാർ കട്ട് ഓഫിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചായിരുന്നു. ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് ഉറപ്പിച്ചങ്ങോട്ട് പറയാൻ പറ്റൂല. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ മെയിനായിട്ട് CUT എക്സാം മാറിയാണ്. കാരണം പുതിയൊരു എക്സാം വന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഒരു പ്രാവശ്യം 400 മാർക്ക് ഉണ്ടായിരുന്നു ടോട്ടൽ. അതിൻ്റെ മുന്നേ അതിൽ കുറവ്, അങ്ങനെ ഇങ്ങനെയൊക്കെ മാറി വന്ന് ഒരു സെറ്റപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പക്ക പ്രോപ്പറായിട്ടാണ് കാര്യം പോയിക്കൊണ്ടിരിക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിൻ്റെ മാറ്റങ്ങൾ കണ്ടിട്ട്. അപ്പോൾ നിങ്ങൾ ഈ കട്ട് ഓഫ് ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്താ വെച്ചാൽ മെയിനായിട്ട് സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും ഈ ഒരു കട്ട് ഓഫിൻ്റെ കാര്യം. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ നിങ്ങൾ കട്ട് ഓഫിനെ കുറിച്ചിട്ട് കൂടുതൽ ഒരു ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സബ്ജക്ട് ഡിമാൻഡ്, പിന്നെ യൂണിവേഴ്സിറ്റിൻ്റെ പോപ്പുലാരിറ്റി, പിന്നെ ഈ യൂണിവേഴ്സിറ്റികളിലുള്ള സീറ്റ് അവൈലബിലിറ്റി. ഇതിനെക്കുറിച്ച് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ കട്ട് ഓഫ് പറഞ്ഞ സംഭവം നിൽക്കുന്നത്. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് എവിടെ കൊടുക്കും എന്നുള്ള ഒരു ഡൗട്ട് വെച്ചിട്ട് നിൽക്കുകയാണ്, ഏത് യൂണിവേഴ്സിറ്റി കൊടുക്കും എന്നുള്ള ഡൗട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ലിസ്റ്റ് ചെയ്ത് വെച്ച യൂണിവേഴ്സിറ്റികൾ എടുക്കുക, അതിൻ്റെ സൈഡിൽ നിങ്ങൾ മാർക്ക് എഴുതി വെക്കുക. എന്നിട്ട് വലിയ കോംപ്ലിക്കേഷൻ ഇല്ല, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ ഈ ലിസ്റ്റ് ചെയ്ത് വെച്ച യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തിട്ട് അതിൽ സീറ്റ് അവൈലബിലിറ്റി നോക്കുക നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സീറ്റ് അവൈലബിലിറ്റി നോക്കിയതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സബ്ജക്റ്റിൻ്റെ ഡിമാൻഡ് നോക്കുക. ഡിമാൻഡ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സ്റ്റാറ്റിസ്റ്റിക്സിൽ കാണിച്ചു തന്നായിരുന്നു എത്ര ആൾക്കാർ ഈ സബ്ജക്റ്റ് അപ്പിയർ ചെയ്തു. ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഡിമാൻഡുള്ള സബ്ജക്റ്റാണ്. സോ എത്ര ആൾക്കാർ അപ്പിയർ ചെയ്തു ആ കണക്ക് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഡിമാൻഡ് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഗസ്. ഓക്കെ, ഫുള്ളി മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറയണില്ല, പക്ഷെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ബാക്കിയുള്ള സബ്ജക്റ്റിലൊന്നും അത്ര ആൾക്കാർ അപ്പിയർ ചെയ്യണില്ലല്ലോ, ഇംഗ്ലീഷിലൊക്കെ എന്തുകൊണ്ട്. അപ്പോൾ അതിന് ഡിമാൻഡ് ഉണ്ട്. സോ ഡിമാൻഡ് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഒരു ഡിമാൻഡിൻ്റെ കണക്കൊന്ന് ജസ്റ്റ് അവിടെ എഴുതി വെക്കുക. എന്നിട്ട്
ഇനി നോക്കാനുള്ളത് നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റീൻ്റെ നിങ്ങൾ ഈ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, ആ യൂണിവേഴ്സിറ്റീൻ്റെ ഡിമാൻഡ്, അതിൻ്റെ പോപ്പുലാരിറ്റി ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് അത് ടയർ 1 വരണാണോ 2 വരണാണോ 3 ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, നിങ്ങൾക്ക് അവിടെ കിട്ടൂല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ബാക്കി ഞാൻ ഈ ടയർ 1, 2, 3 വീണ്ടും പറയാണ്, അതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അത് വാച്ച് ചെയ്ത് നോക്കാം. ഇനി ബാക്കി കാര്യങ്ങൾ, അതായത് ഇനിയും കുറച്ചും കൂടി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെച്ചു, പിന്നെ ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചു, ഒരു കുഴപ്പമില്ലാത്ത ഐഡിയ കിട്ടി, ഇനിയും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിൻ്റെ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് നിങ്ങളുടെ സബ്ജക്റ്റിലുള്ള ഏതെങ്കിലും സ്റ്റുഡൻറ്റ് സീനിയേഴ്സായിട്ട് അവിടെ ഉണ്ടാവും, അവരോട് ജസ്റ്റ് ഒന്നും കൂടിയൊക്കെ ഒന്ന് ആ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അതിനനുസരിച്ച് തീരുമാനം എടുക്കുക. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മാസ് കമ്മ്യൂണിക്കേഷനാണ് എടുക്കണത്, അപ്പോൾ അതിൽ നിങ്ങൾക്ക് 100 മാർക്കാണെന്നുണ്ടെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ്റെ സീറ്റ് അവൈലബിലിറ്റി ആ യൂണിവേഴ്സിറ്റിയിൽ നോക്കുക, വെബ്സൈറ്റിൽ കയറിയിട്ട്, എന്നിട്ട് ആ യൂണിവേഴ്സിറ്റിൻ്റെ പോപ്പുലാരിറ്റി നോക്കുക, പിന്നെ ആ സബ്ജക്റ്റിൻ്റെ ഡിമാൻഡ് നോക്കുക, അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ നിങ്ങൾ ഫിനാൻഷ്യലി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മാർക്ക് ലെവൽ വെച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാൻ നോക്കുക. ബട്ട് യു ഷുഡ് അവെയർ അബൌട്ട് യുവർ മാർക്ക്, യൂണിവേഴ്സിറ്റി ആൻഡ് യുവർ സബ്ജക്റ്റ് ഡിമാൻഡ്. ഓക്കെ, യൂണിവേഴ്സിറ്റിൻ്റെ പോപ്പുലാരിറ്റിയും സബ്ജക്ട് ഡിമാൻഡൊക്കെ നോക്കിയിട്ട് മാത്രം. കാരണം നിങ്ങൾ കുറേ അപ്ലൈ ചെയ്തു, കെയർഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാതെ കുറേ പൈസയും കൊടുത്ത് കുറേ അപ്ലൈ ചെയ്ത് കുറേ യൂണിവേഴ്സിറ്റി എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ വിചാരിച്ച കിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ സങ്കടമായി പോവും. അപ്പോൾ ആ റിഗ്രറ്റ് വരാക്കാൻ മാക്സിമം കെയർഫുൾ ആയിട്ട് നോക്കാം. ഓക്കെ, വലിയ കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നരുത്, ഞാൻ സിമ്പിളായിട്ട് പറയാൻ നോക്കുന്നുണ്ട്, പക്ഷേ വർക്കായോന്ന് എനിക്കറിയില്ല. പിന്നെ ബാക്കപ്പ് പ്ലാൻസ് എന്തായാലും സെറ്റ് ചെയ്ത് വെക്കുക. അതായത് കൃത്യമായിട്ട് ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഇപ്പോൾ ടയർ 2 കൊടുക്കുകയാണെങ്കിൽ ടയർ 1 1 2 ഒരു സാധനം ഒന്നൊക്കെ കൊടുക്കാൻ നോക്കുക. ടയർ 2 ഉള്ള ആൾ വേണമെങ്കിൽ ടയർ 3, അതാണ് ബാക്കപ്പ് പ്ലാൻ. ഓക്കെ, ബാക്കപ്പ് പ്ലാൻ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു വർഷം സ്പോയിലായി പോകണ്ട എന്നുള്ള ചിന്തക്ക് ഉണ്ടെങ്കിൽ ബാക്കപ്പ് പ്ലാൻ മസ്റ്റായിട്ട് വെക്കുക, ഇല്ലെങ്കിൽ പിന്നെ അതും മിസ്സായി പോകും. സോ സെറ്റാക്കാം. പിന്നെ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആയെന്നത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതും മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആവുന്നത് ഇടയ്ക്കിടയ്ക്ക് യൂണിവേഴ്സിറ്റീൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. മേ ബി ചില യൂണിവേഴ്സിറ്റികളിൽ അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയയും കിട്ടൂല, എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ടാവും ചില യൂണിവേഴ്സിറ്റികളിൽ. ഓക്കെ, അപ്പോൾ ഈ അഡ്മിഷൻ ഓപ്പൺ ആയ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ അറിയാമെന്നുള്ളൊരു ഡൗട്ട് ഒരാൾ ചോദിച്ചായിരുന്നു. അതെങ്ങനെ നമ്മൾ അറിയാം, ചില യൂണിവേഴ്സിറ്റീൻ്റെ വെബ്സൈറ്റ് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവണില്ല എന്നുള്ള കാര്യം ചോദിച്ചായിരുന്നു. ആ ഡൗട്ടിന് കൃത്യമായ മറുപടി തരാം. ഒരു അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നോട്ടിഫിക്കേഷനാണ് മെയിനായിട്ട് നമുക്ക് കാണാം. ഇനിയിപ്പോൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ കാര്യമായിട്ടൊന്ന് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടാവേയില്ല പൊതുവെ. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ മൂലം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ്റെ സംഭവം കിട്ടും. സോ അതുവഴി അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ചില യൂണിവേഴ്സിറ്റീൻ്റെ വെബ്സൈറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കുന്നത് എന്തൊക്കെ ഈ സംഭവം എന്നൊക്കെ തോന്നും ചില യൂണിവേഴ്സിറ്റീൻ്റെ. പിന്നെ ഇന്ന പോലെ നോക്കി ശീലമായി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ യൂസ്ഡ് ആവും. എൻ്റെ യൂണിവേഴ്സിറ്റിയൊക്കെ ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ ഈ അഡ്മിഷൻ്റെ സാധനം കണ്ടെത്താൻ കുറേ പണിയെടുത്തു, അതൊരു അറ്റത്തായിരുന്നു. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഫ്രണ്ടിൽ കാണിക്കും. ഇനി ഓരോ യൂണിവേഴ്സിറ്റിയും അവരെ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ അപ്ഡേറ്റ് ചെയ്യാത്തതും ഉണ്ട് കേട്ടോ. ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അഡ്മിഷൻ്റെ സാധനങ്ങളൊക്കെ കാണുന്നോട് തന്നെ വെച്ചിട്ടുണ്ടാവും. അല്ലാത്ത വല്ല തലക്കലോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കാം. സോ ഞാൻ പറഞ്ഞ പോലെ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം വെബ്സൈറ്റ് ചെക്ക് ചെയ്യലാണ്, അതായത് യൂണിവേഴ്സിറ്റീൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യലാണ് ഇനി മെയിൻ പരിപാടി. അപ്പോൾ അത് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. എവറി ഡേ 3 times ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എപ്പോഴാണ് അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആവുന്നത് എന്നുള്ള കാര്യം. പിന്നെ നമുക്ക് ഹെൽപ്പ് ഡെസ്കിലൂടെ സ്റ്റുഡൻസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എപ്പോഴാണ് അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആവുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ ചില യൂണിവേഴ്സിറ്റികളുടെ ഹെൽപ്പ് ഡെസ്ക് ചിലപ്പം വലിയ അപ്ഡേഷൻസ് ഒന്നും അറിയിക്കാത്ത യൂണിവേഴ്സിറ്റി ഉണ്ടാവും. അപ്പോൾ ഹെൽപ്പ് ഡെസ്ക് മാത്രം പ്രതീക്ഷിച്ച് നിൽക്കരുത്. പക്ഷെ ചിലത് പക്ക ഒരു എല്ലാ കാര്യങ്ങളും അറിയിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് അത് ഫോക്കസ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എപ്പോൾ പോർട്ടൽ ഓപ്പൺ ആവണോ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. കാരണം ചില യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ പെട്ടെന്ന് ഓപ്പൺ ആവുകയും ചെയ്യും, പെട്ടെന്ന് ക്ലോസ് ആവുകയും ചെയ്യും. അങ്ങനത്തെ യൂണിവേഴ്സിറ്റികളുണ്ട്. ചിലത് അങ്ങനെ ലാഗ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവർക്ക് അഡ്മിഷൻ ഫില്ലായി, കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ സെറ്റ് ആകുമ്പോൾ അവർ ക്ലോസ് ആകുള്ളൂ. പക്ഷെ ചിലത്
പെട്ടെന്ന് ഓപ്പൺ ആവും, പെട്ടെന്ന് ക്ലോസ് ആവും ചെയ്യും. അപ്പം നിങ്ങൾ പക്ക എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ അപ്ലൈ ചെയ്യാനുള്ള ഇത് മിസ്സായി പോകും അഡ്മിഷന്. സോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്യുക. ഓക്കെ. പിന്നെ സ്റ്റുഡൻസ് മെയിനായിട്ട് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. മെയിനായിട്ട് ഒന്ന് ടോപ്പ് യൂണിവേഴ്സിറ്റി മാത്രം അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ടോപ്പിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ഓക്കെ, അവർക്ക് എന്തായാലും അവിടെ അഡ്മിഷൻ കിട്ടും. കാരണം 300, 290 ഉണ്ടെങ്കിൽ എന്തായാലും ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റികളിൽ എന്തായാലും കിട്ടും. പക്ഷേ ചില സ്റ്റുഡൻസ് അത് മാത്രം അപ്ലൈ ചെയ്തിട്ട് നോക്കിയിരിക്കരുത്. ബാക്കപ്പ് പ്ലാൻസ് എന്തായാലും വെക്കുക, എന്നിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. ഇനിയിപ്പോൾ നല്ല പൈസ ഉണ്ടെങ്കിൽ പക്ഷെ 1 or 2 യൂണിവേഴ്സിറ്റി മാത്രം അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. കുറച്ച് ഒരു 5 യൂണിവേഴ്സിറ്റി എങ്കിലും 4 എണ്ണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങളുടെ മാർക്ക് ലെവൽ അനുസരിച്ച് നിങ്ങൾ മാക്സിമം അപ്ലൈ ചെയ്യാൻ നോക്കുക. ഓക്കെ. പിന്നെ മെയിനായിട്ട് വരുന്ന മിസ്റ്റേക്ക് ഈ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആവുന്നത് അറിയാതെ പോകാന്നുള്ളതാണ്. അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പക്ക അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും എഫേർട്ട് ഇട്ട് വേസ്റ്റ് ആയി പോകും. പിന്നെ നോൺ CUT വരുന്നുണ്ട്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ അതും ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആയോ എന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് കമൻറ്റിൽ ചോദിക്കുക. അപ്പം ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.